ഇന്ന് നമുക്ക് ഒരു ഉപന്യാസം കേൾക്കാം. ഉപന്യാസത്തിൻ്റെ പേര് പച്ചകുത്തി ശരീരത്തിൽ പാടുകൾ വരുത്തുന്നത് ബൈബിൾ അടിസ്ഥാനമോ? പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ദൈവം കൽപ്പിച്ചത് ഇപ്രകാരമായിരുന്നു: മരിച്ചവർക്ക് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്, ഞാൻ യഹോവയാകുന്നു. ലേവ്യർ 19-ാം അധ്യായം 28-ാം വചനം. പുതിയ നിയമ വിശ്വാസികൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്നത് വാസ്തവമാണെങ്കിലും റോമർ 10-ാം അധ്യായം 4-ാം വചനത്തിലും ഗലാത്യർ 3-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വചനത്തിലും എഫേസ്യർ 2-ാം അധ്യായം 15-ാം വചനത്തിലും അത് പറയുന്നു. പുതിയ നിയമത്തിൽ പച്ച കുത്തുന്നതിനെ പറ്റിയോ ശരീരത്തിൽ പാടുകൾ വരുത്തുന്നതിനെ പറ്റിയോ ഒരു പരാമർശവും ഇല്ലെങ്കിലും പഴയ നിയമത്തിൽ അങ്ങനെ ഒരു കൽപ്പന ഉള്ളതുകൊണ്ട് ആ ചോദ്യത്തിന് അല്പം പരിഗണന കൊടുക്കുന്നത് നല്ലതാണ്. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതൽ 4 വരെ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനവുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇത് സ്ത്രീകളോടാണ് പറയുന്നത് എങ്കിലും നമുക്ക് ഇത് ഒരു പൊതു സിദ്ധാന്തമായി എടുക്കാം. ഒരു വ്യക്തിയുടെ പുറമേയുള്ളത് നാം ശ്രദ്ധിക്കരുത്. ഒരു സ്ത്രീ തൻ്റെ പുറമേയുള്ള സൗന്ദര്യത്തിനായി സമയം ചിലവഴിക്കും. എന്നാൽ അവളുടെ യഥാർത്ഥ സൗന്ദര്യം പുറമേയുള്ള ഒരുക്കത്തിലല്ല. അതുപോലെ തന്നെ പച്ച കുത്തുന്നത് പുറമേയുള്ള സൗന്ദര്യത്തിനാണ്. എന്നാൽ നമ്മുടെ അകമേയുള്ള സൗന്ദര്യവർദ്ധനത്തിനായി നാം അധികം പരിശ്രമിക്കണം. ഈ വിഷയം പരിഗണിക്കുമ്പോൾ നല്ല മനസാക്ഷിയോടു കൂടെ ദൈവത്തോട് ചോദിക്കാവുന്ന കാര്യം: കർത്താവേ, ഞാൻ ചെയ്യുവാൻ പോകുന്ന ഈ കർമ്മത്തെ നീ അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിനാക്കി മാറ്റണമേ എന്നതാണ്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വചനം പറയുന്നു. പച്ച കുത്തുന്നതിനെ പറ്റിയോ ശരീരത്തിൽ മുറിവ് വരുത്തുന്നതിനെ പറ്റിയോ പുതിയ നിയമത്തിൽ ഒരു പരാമർശവും ഇല്ല. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ പച്ച കുത്തുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല. ഇതിനോടുള്ള ബന്ധത്തിൽ പറയേണ്ട വേറൊരു കാര്യം: നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തിന് പ്രസാദകരമാകുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാതെ ഇരിക്കുക. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ എന്ന് റോമർ 14-ാം അധ്യായം 23-ാം വചനം പറയുന്നു. നമ്മുടെ ശരീരവും ആത്മാവും ദൈവത്തിൻ്റെതാണ് എന്ന് നാം ചിന്തിക്കണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വചനത്തിൽ പച്ച കുത്തുന്നതിനെ പറ്റിയോ ശരീരത്തിൽ പാടുകൾ വരുത്തുന്നതിനെ പറ്റിയോ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ വാക്യങ്ങളിലെ തത്വം ഇവിടെ യോജിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നാം നമ്മുടെ ശരീരം കൊണ്ട് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുമ്പോഴെല്ലാം ഈ സത്യം മറക്കുവാൻ പാടില്ല. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ വകയാണെങ്കിൽ നാം അതിനെ പച്ച കുത്തുകയോ പാടുകൾ വരുത്തുകയോ ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങിയിരിക്കേണ്ടതാണ്. പ്രിയ ദൈവമക്കളെ, നാം ദൈവകൽപ്പനയനുസരിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയോജനപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസം നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.